ഈ പാരമ്പര്യം, ജനിതക ഘടന, ജീവിക്കുന്ന ചുറ്റുപാട് അല്ലെങ്കിൽ അത്തരം ഇടപെടലുകൾ ഒക്കെയും ഒരു വശത്തിങ്ങനെ അതിൻ്റെ ഒരു റിയാലിറ്റിയായി യാഥാർത്ഥ്യമായുണ്ട്. മറുവശത്ത് ഈ സെല്ലുലോഡ് ഫ്രെയിമിൽ കാണുന്ന അല്ലെങ്കിൽ അത്തരം സംഗതികളിലൂടെ കേൾക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇന്ന് യൂട്യൂബിൻ്റെയും സാമൂഹ്യ മാധ്യമത്തിൻ്റെയും ഒക്കെ കാലത്ത് ഈ സംഗതികൾ രണ്ടായിട്ടാണ് നോക്കിക്കാണേണ്ടത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിയാലിറ്റി പ്ലെയിനിൽ ജീവിക്കുമ്പോൾ തന്നെ അവൻ്റെ ഒരു ഇന്നർ സെൽഫും ഔട്ടർ സെൽഫുമായിട്ടുള്ള ഒരു കോൺട്രഡിക്ഷൻ എത്രത്തോളം ഉണ്ട്. എല്ലാവർക്കും അതിൽ ചെറിയ വ്യതിയാനമൊക്കെ വരാറുണ്ട്. അതായത് ഇന്നർ സെൽഫിലുള്ള മുഴുവൻ കാര്യങ്ങളായിരിക്കില്ല ഔട്ടർ മാനിപ്പുലേറ്റഡ് പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നത്. കുറച്ചൊരു പോളിഷ്ഡ് ആയിട്ടൊക്കെ കാണിക്കും, സ്വാഭാവികം. അങ്ങനെ കാണിക്കുകയും വേണമെന്ന് വെച്ചോളൂ. പക്ഷേ അതിൻ്റെ അന്തരം ഭയങ്കരമാകുമ്പോഴാണ് ഈ വൈരുദ്ധ്യം ഉണ്ടാവുകയും നമ്മൾ ചിലരെ കാണുമ്പോൾ അയ്യോ അയാൾ അങ്ങനെ ആയിരുന്നോ ഇങ്ങനെ ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇത് റിയാലിറ്റിയിൽ തന്നെ ഉള്ളതാണ്. ഈ റിയാലിറ്റിയുടെ ഒരു മറുഭാഗമാണ് നമ്മൾ ഈ കാണുന്ന സ്ക്രീൻ അഥവാ സോഷ്യൽ സ്ക്രീനിൽ കാണുന്ന സംഗതികൾ. അത് കാണുമ്പോഴേക്കും എല്ലാവരും കൂടി അങ്ങ് ആവേശം കൊണ്ട് അത് കഴിഞ്ഞ് അതിനെ വെച്ചിട്ടാരുമില്ല, അതുപോലുള്ള ഒരാൾ ഇനി വേറെ ആരും കാണില്ലെന്ന് വിചാരിച്ച് ഈ ലഹരി പൂണ്ട് തുല്ലസിച്ച് എല്ലാ തരത്തിലുള്ള ചാരിറ്റി പറഞ്ഞാലും അതിനോടൊപ്പമൊക്കെ അങ്ങ് തൂങ്ങി ആവേശം കൊള്ളുന്നവർ കൂടുതൽ അങ്ങ് വടക്കൻ കേരളത്തിലാണ്, മലബാറിലാണ്. തെക്കൻ കേരളത്തിൽ കുറച്ചുകൂടി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഭയങ്കര ലാഭകരമായ സംഗതി വരുമ്പോൾ അതിൽ കൊണ്ടിട്ട് കൊടുക്കും. പക്ഷേ വടക്കൻ കേരളത്തിൽ അതുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ആവേശമാണ് ഈ പാവപ്പെട്ടവർ, ചാരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ലെന്ന് ഇനിയെങ്കിലും അത്തരം ചില വിഡ്ഢിത്ത ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പാണ്ടിക്കാട് കുഞ്ഞൻ പഠിപ്പിച്ച ആ പാഠത്തിൽ നിന്നെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. പാണ്ടിക്കാട് കുഞ്ഞനോടും കുഞ്ഞന്മാരോടുമാണ് ഈ നിരപരാധികളായ മനുഷ്യർ നിങ്ങളുടെ ഈ അഭിനയവും ഈ ജാടയും ഈ തുള്ളലുമൊക്കെ കാണുമ്പോൾ നിങ്ങളുമായി എന്തെങ്കിലും സംബന്ധം എടുക്കാനോ പങ്കുകച്ചവടം നടത്താനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിനോ അല്ല നിങ്ങളോടൊപ്പം കൂടുന്നത് അല്ലെങ്കിൽ നമ്മളോടൊപ്പം കൂടുന്നത്. നമുക്കിഷ്ടപ്പെടുന്ന ആശയങ്ങളോ അവർക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളോ ഒക്കെ അതിനോടൊരു താതാത്മ്യം പ്രാപിക്കുന്നതുകൊണ്ടാണ് അവർ നമ്മളോടൊപ്പം ചേരുന്നത്. അവരുടെ വിലപ്പെട്ട സമയം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കണ്ട് പലരോടും പറഞ്ഞങ്ങനെ ആവേശപൂർവ്വം കൊണ്ടു നടക്കുമ്പോൾ അവരെ ഇങ്ങനെ ഊഞ്ഞാലാട്ടരുത് എൻ്റെ പാണ്ടിക്കുഞ്ഞ. പാണ്ടിക്കുഞ്ഞൻ്റെ നിറക്കെടുപ്പും അതിൻ്റെ ആവേശവും ഇന്ന് സാമൂഹ്യ മാധ്യമത്തിലൊരു വലിയ സംഗതിയാണ് ഈ ചാരിറ്റി തട്ടിപ്പ്. അത് വിവിധ രൂപത്തിലുണ്ട്. അതിൻ്റെ ഒരു ക്ലാസിക്കൽ ഏർപ്പാടാണ് ഇപ്പോൾ ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന ഒരു ആൾ കാണിച്ചിരിക്കുന്നത്. അതായത് നറുക്കിട്ടെടുത്ത് വീട് കൊടുക്കുന്നു, കാറ് കൊടുക്കുന്നു, വേറെ ഏതാണ്ട് കൊടുക്കുന്നു. അത് നറുക്കിടുമ്പോൾ തന്നെ അതിനകത്തിട്ട് കലക്കിയില്ലേ അതിൻ്റെ അടിയിൽ നിന്നിങ്ങനെ കൈയിട്ട്, പണ്ട് ഏതോ ഒരു പഴയ സിനിമയിൽ, ബഹദൂറിൻ്റെ സിനിമയിൽ ഏതോ കുഞ്ഞ് ഉറങ്ങാൻ നേരം കിടക്കുമ്പോൾ ഈ ഉപ്പ, ബഹദൂറാണെന്ന് തോന്നുന്നു, എവിടെ നിന്നോ വരുമ്പോൾ എപ്പോഴും ഉപ്പയെ കളിപ്പിക്കാൻ വേണ്ടി ഒരു മുട്ട എടുത്തിട്ട് അതിൻ്റെ പുറത്ത് കയറിയിരിക്കുമായിരുന്നു. ഉപ്പ ഓടി വന്ന് ആ മുട്ട എടുക്കുമായിരുന്നു. ഒരു ദിവസം കുട്ടിയെ അപ്പിയിട്ടിട്ടിരുന്നു. അതിലേക്ക് വന്ന് കൈയിട്ട് പിടിച്ച ആ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കും വിധം നിങ്ങൾ ഒരുപാട് ആളുകളെ ഈ നന്മയുടെയും ചാരിറ്റിയുടെയും ഒക്കെ മുട്ട കാണിച്ച് അങ്ങനെയൊക്കെ ആകർഷിച്ചിട്ട് ഒടുവിൽ നിങ്ങൾ എന്തായാലും പറയേണ്ടത്, ഇതുപോലെ ഒരു അപ്പിയിട്ട് കാണിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടു എന്ന് പറയുന്നത് എത്ര മോശമാണ്. ഇതിനൊക്കെ എന്ത് വിലയുണ്ടാവും? ചിലപ്പോൾ 25 ലക്ഷം അല്ലെ 50 ലക്ഷം, അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഒരു മനുഷ്യൻ്റെ അന്തസ്സിനും വ്യക്തിത്വത്തിനുമൊക്കെ അതിനേക്കാൾ എത്രയോ വിലയുണ്ട്. ഇത് നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളെ പിന്തുടരുന്ന, എന്നെ വിളിച്ച ഒരുപാട് ആളുകൾ 10-100 ടിക്കറ്റൊക്കെ എടുത്തവരുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ? ഈ പറയുന്ന ചാരിറ്റി ആണല്ലോ ഈ രക്ഷപ്പെടുന്നതിന് വേണ്ടി രക്ഷപ്പെടട്ടെ. പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തൊക്കെയോ കുഞ്ഞനാണ്, വലിയോനാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് വളരെ വളരെ മോശമായിപ്പോയി. പിന്നെ ഈ നിയമ സംവിധാനമൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് ഈ തട്ടിപ്പും കഴിഞ്ഞല്ല സഞ്ചരിക്കേണ്ടത്. ഇതൊക്കെ അവതരിപ്പിച്ച് തുടങ്ങുമ്പോഴേ ഇക്കാര്യത്തിലൊക്കെ നടപടിയെടുക്കുകയും പബ്ലിക്കിനെ ഇൻഫോം ചെയ്യുകയും ഒക്കെ വേണം. നമ്മുടെ നാട്ടിൽ വളരെ ദയനീയമായുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ തട്ടിക്കുന്നവൻ്റെ ആ തട്ടിപ്പിൻ്റെ സർക്കിളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാണ് ഈ പറയുന്ന സംഗതിയിലേക്ക് പിന്നെ കാര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് കേരള പോലീസിൻ്റെ വെബ്സൈറ്റിലൂടെയൊക്കെ ഹെൽമെറ്റിനെക്കുറിച്ചും അല്ലെങ്കിൽ ഈ കുറ്റകരമായ സംഗതികളെക്കുറിച്ച് അറിയിക്കുന്നത് പോലെ ഇതുപോലെ കുഞ്ഞന്മാരെയും ഇതുപോലെയുള്ള തട്ടിപ്പുകാരെയും നമ്മുടെ മുക്തദിർ ആളുകളെയൊക്കെ കൂട്ടുള്ള ആളുകളെ സമൂഹത്തിന് മുന്നിൽ നേരത്തെ തന്നെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ കൂടി ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. ഇതിനേക്കാളൊക്കെ ഉപരി ഈ പൊതുജനമാകുന്ന നമ്മളുണ്ടല്ലോ, ഇവരെയൊക്കെ കാണുമ്പോൾ തുള്ളിച്ചാടി മതിമറന്ന് എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കുന്നത്,
നമ്മളും ഈ ചില സിനിമയിലൊക്കെ കാണുന്നത് പോലെ രണ്ട് കൈയും കൂടി ഇങ്ങനെ നന്നായിട്ട് തുടച്ച്, വേണമെങ്കിൽ ഇച്ചിരി പൗഡറൊക്കെ ഇട്ടിട്ട് ഈ രണ്ട് കൈയും കൂട്ടി നമ്മുടെ കരണത്തുകൂടി ആഞ്ഞ് രണ്ടടി കൊടുക്കണം. എന്തിനാണെന്നറിയോ? നമുക്ക് തിരിച്ചറിവുണ്ടാവാൻ.